ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാരണം ഒട്ടുമിക്ക ഏജൻസികളും ഈ ചൈന ക്യാൻറ്റൺ ഫെയറിന് പാക്കേജ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് മാർക്കറ്റിലുള്ള റിക്വയർമെന്റ് അനുസരിച്ചാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നും ലാഭം കിട്ടാൻ വേണ്ടി, കുറഞ്ഞ് കിട്ടാൻ വേണ്ടി പല ആളുകളും ഇൻഡിവിജ്വൽ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പോകുന്നതാണോ അത് ഇതുപോലെ ഏതെങ്കിലും റെപ്യൂട്ടഡ് ഏജൻസി നടത്തുന്ന ഗ്രൂപ്പ് ആയിട്ട് പോകുന്നതാണോ ഈ ക്യാൻറ്റൺ ഫെയറിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത്? അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ രണ്ട് രീതിയിലും പോയ ആളാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത് പിന്നെ നമുക്ക് ഒരു വട്ടം പോയി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് പോകാം. കാരണം ഒന്നാമത് നമ്മൾ ചൈന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ആപ്പുകളും അവിടെ വർക്ക് ചെയ്യില്ല. ഇപ്പം നമ്മൾ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അവിടെ നെറ്റ് കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള അവിടെ ഉപയോഗിക്കണമെങ്കിലുള്ളതായിട്ടുള്ള വേറെ സോഫ്റ്റ്വെയറുകളൊക്കെ വേണ്ടതുണ്ട്. അപ്പം അതൊക്കെ ഇത്തരം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഫസ്റ്റ് അവിടെ താമസം, ഭക്ഷണം വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് ചൈനയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണമാണ്, പ്രത്യേകിച്ച് നമ്മളെ നാട്ടുകാർക്ക്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഇത്തരം ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള രീതിയിലുള്ള വലിയൊരു കമ്മ്യൂണിറ്റിനെ നമ്മൾ പരിചയപ്പെടാം. ഈ പോകുന്ന ആളുകളെ നമുക്ക് കണക്ട് ചെയ്യാനും അത് അങ്ങനെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാനും അവർ തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ ചെയ്യാനൊക്കെ ഉള്ള വലിയൊരു അവസരമാണ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഉള്ളത്. മറ്റത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകണു, ഒറ്റയ്ക്ക് വിസ എടുക്കണു, ഒറ്റയ്ക്ക് പോകണു, പിന്നെ അവിടെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണു, അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരാഴ്ച കൊണ്ടൊക്കെ പോയി വരേണ്ട സംഭവമാകുമ്പോൾ പിന്നെ ഇങ്ങനെ പോകുന്നതാണ് ആദ്യത്തെ ഘട്ടത്തിൽ നല്ലത്. ക്യാൻറ്റൺ ഫെയറിന്റെ പാക്കേജ് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ഒരു ബിസിനസ് ട്രിപ്പ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു ലെഷർ ട്രിപ്പ് എന്ന നിലയ്ക്ക് അവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ നല്ലൊരു പാക്കേജാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ക്യാൻറ്റൺ ഫെയറിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ചൈനയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളുമായി കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പറ്റുന്നൊരു ടീം ലീഡർ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടും അത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചൈനയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച്, ക്യാൻറ്റൺ ഫെയറിൽ പോകുന്ന ആളെ സംബന്ധിച്ച് ഇത്തരം പാക്കേജുകൾ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അനുഭവസ്ഥനായ സാർ പറഞ്ഞ പോലെ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വിസയും അല്ലെങ്കിൽ ഒരു ടിക്കറ്റും എടുത്ത് മാത്രം പോയി കഴിഞ്ഞാൽ ക്യാൻറ്റൺ ഫെയറിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടും നിങ്ങൾക്ക് നമ്മൾ വിശ്വസിക്കാം, അക്ബർ ട്രാവൽസ് അടുത്ത മാസം ഒക്ടോബറിൽ ഡിപ്പാർച്ചർ ഉണ്ട് ചൈനയിലെ ക്യാൻറ്റൺ ഫെയറിലേക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ്സിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ, ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളുമായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ അക്ബർ ട്രാവൽസിന്റെ ഏത് ബ്രാഞ്ചുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം.